ഹലോ ഓൾ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ് എക്സാമിന്റെ ഇക്കണോമിക്സിന്റെ ഒരു കഴിഞ്ഞ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 16. ദ മാക്രോ ഇക്കണോമിക് മോഡൽ വിച്ച് എക്സ്പ്ലിസിറ്റ്ലി യൂസസ് സെർച്ച് ഫ്രിക്ഷൻ. അല്ലേ, സെർച്ച് ഫ്രിക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏത് മാക്രോ ഇക്കണോമിക് മോഡലിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പം ആദ്യത്തെ ഓപ്ഷൻ മോണ്ടൻസിൻ പിസാരിഡ്സ് മോഡൽ, അതായത് നമ്മൾ സിംപ്ലി അതിന് പറയുന്ന പേരാണ് DMB മോഡൽ. അല്ലേ, DMB മോഡൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പേരാണ് DMB മോഡൽ. അപ്പം നമുക്ക് ഓപ്ഷൻ എ DMB മോഡൽ എന്ന് തന്നെ വായിക്കാം. ബി മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ, സി സോളോസ് ഗ്രോത്ത് മോഡൽ ആൻഡ് ഡി ISLM മോഡൽ. അപ്പം നമുക്കറിയാം ഈ സെർച്ച് ഫ്രിക്ഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ അങ്ങനെ അധികം കോൺസെപ്റ്റിലൊന്നും കണ്ടിട്ടില്ല. ആകെ ഒറ്റ കോൺസെപ്റ്റിലേ കണ്ടിട്ടുള്ളൂ. അത് ഏത് കോൺസെപ്റ്റിലാണ്? അത് DMB മോഡലിലാണ് അത് കണ്ടിട്ടുള്ളത്. അത് പറയുന്നത് ജോലി കിട്ടാൻ, അതായത് അൺഎംപ്ലോയ്മെന്റിന്റെ കാരണങ്ങളിൽ സെർച്ച് ഫ്രിക്ഷൻ, അതായത് തൊഴിൽ അന്വേഷിക്കുന്നതിന്റെ ഒരു കാലതാമസവും ഈ തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സെർച്ച് ഫ്രിക്ഷൻ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ DMB മോഡലിലാണ് എന്നാ പറഞ്ഞേക്കുന്നതാ സെർച്ച് ഫ്രിക്ഷൻ എന്ന കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്ന മാക്രോ എക്കണോമിക് മോഡൽ. സോ എക്സ്പ്ലനേഷൻസ് നമുക്കൊന്ന് വായിക്കാം. The Montesquieu-Pizarro framework brings realism into macroeconomics by recognizing that jobs don't match instantly. It shows that unemployment can persist simply because searching and matching take time, not because wages are wrong. അതായത് വേജസ് മോശമായതുകൊണ്ട് മാത്രമല്ല ആളുകൾ അൺഎംപ്ലോയ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഈ ജോലി കണ്ടുപിടിക്കാനുള്ള, അല്ലേ, ഈ ജോലിയിലേക്ക് എത്തിപ്പെടാനുള്ള തിരച്ചിലുണ്ടാകുന്ന ഒരു കാലതാമസവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കൂടിയാണ് ഈ അൺഎംപ്ലോയ്മെന്റിന്റെ കാരണങ്ങൾ എന്നതുകൊണ്ടാണ് സിംപ്ലി പറഞ്ഞാൽ ഈ സെർച്ച് ഫ്രിക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ കോൺസെപ്റ്റ് ഒക്കെ പേര് കേൾക്കുമ്പോൾ വലുതാണെന്ന് തോന്നുമെങ്കിലും നമ്മളതൊന്ന് പഠിച്ചു വരുമ്പോൾ വളരെ വളരെ ലളിതമാണ്, വളരെ എളുപ്പമാണ്. ഓക്കെ, സോ ഇതെല്ലാം ശ്രദ്ധിക്കണം. അടുത്തൊരു എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ ഫിനോമിനൻ വേർ പീപ്പിൾ ഡു സംതിങ് പ്രൈമർലി ബിക്കോസ് അതർ പീപ്പിൾസ് ആർ ഡൂയിങ് ദിസ്. അല്ലേ, അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നത് കണ്ട് അവർ ചെയ്യുന്നു, അതുകൊണ്ട് എനിക്കും വേണം എന്നുള്ള രീതിയിലൊരു കോൺസെപ്റ്റ്, അത് ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ഫിനോമിനനാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്നോബ് എഫക്റ്റ്, ഓപ്ഷൻ ബി ബാൻഡ് വാഗൻ എഫക്റ്റ്, ഓപ്ഷൻ സി വെബ്ലൻ എഫക്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി പ്രൈസ് എഫക്റ്റ്. ഇതിൽ ഏതാ? സിമ്പിളാണല്ലേ, ബാൻഡ് വാഗൻ എഫക്റ്റ്. അതായത് എന്നാ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അപ്പുറത്തുള്ള ഒരാൾ ചെയ്തു അതുകൊണ്ട് എനിക്കും ചെയ്യണം എന്ന് പറയുന്നതാണ് ബാൻഡ് വാഗൻ എഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. ദി ഇക്കണോമിക് പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എവരി ഹൗസ് ഹോൾഡ് ഇൻ ദി ഇക്കോണമി അറ്റംപ്റ്റ് ടു ഇൻക്രീസ് ദെയർ ഇൻഡിവിജ്വൽ സേവിങ്സ്, ദ കളക്റ്റീവ് റിസൾട്ട് വിൽ ബി എ റിഡക്ഷൻ ഇൻ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ലീഡിംഗ് ടു ലോവർ ടോട്ടൽ ഇൻകം ആൻഡ് പൊട്ടൻഷ്യലി എ റിഡക്ഷൻ ഇൻ ദി ഇക്കോണമീസ് ഓവറോൾ സേവിങ്. അതായത് ക്വസ്റ്റ്യൻ വളരെ വലുത്, കണ്ടപ്പോഴേ പേടിച്ച്. അങ്ങനൊന്നുമില്ല, സിമ്പിളാ. ദി ഇക്കണോമിക് പ്രിൻസിപ്പിളിനകത്ത് ഏത് പ്രിൻസിപ്പിളാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഓരോ ഹൗസ് ഹോൾഡിലും ആളുകൾ സേവിങ്സ് ചെയ്യുകയും, അതായത് അവരുടെ സേവിങ്സ്, ഇൻഡിവിജ്വൽ സേവിങ്സ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുകയും, അപ്പോൾ അതിൻ്റെ കളക്റ്റീവ് റിസൾട്ട് എന്ന് പറയുന്നത് ആഗ്രിഗേറ്റ് ഡിമാൻഡിൽ കുറവുണ്ടാവുകയും അത് നമ്മുടെ ടോട്ടൽ ഇൻകത്തിനെയും നമ്മുടെ എക്കോണമിയുടെ ആൻഡ് പൊട്ടൻഷ്യലി റിഡക്ഷൻ എക്കോണമിയുടെ ഓവറോൾ സേവിങ്ങിനെയും ബാധിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ആൻസർ എന്നതാ? പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്നുള്ളതാണ് ആ കോൺസെപ്റ്റ്. നമുക്ക് ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ബാക്കി ഓപ്ഷൻസ് വായിക്കാതെ തന്നെ ഉത്തരത്തിലെത്തിയത്. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ വായിക്കാം. അവർ തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ഒന്ന് റിക്കാർഡിയൻ ഈക്വലൻസ്, രണ്ടാമത്തത് സെയിൽസ് ലോ, മൂന്നാമത്തത് മൾട്ടിപ്ലയർ എഫക്റ്റ്, നാലാമത്തത് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. ഇത് ഒട്ടും കൺഫ്യൂസിങ് അല്ലാത്ത ഓപ്ഷൻസ് അല്ലേ? അതൊരു വലിയ വലിയ ഭാഗ്യം കൂടിയാണ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നാൽ തന്നെ നമ്മളുടെ പകുതി അറിയാവുന്നത് കൂടി മറന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അതുകൊണ്ട് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ആണ് ഇവിടെ ഈ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏക സ്ഥലം പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റാണ്. അപ്പോൾ എൻ്റെ ആൻസർ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്നുള്ളതാണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 19. The Samuelson multiplier accelerator model of the trade cycle, which combination of the marginal propensity to consume and accelerator coefficient leads to explosive growth. അതായത് സാമുൽസണിൻ്റെ മൾട്ടിപ്ലയർ ആക്സിലേറ്റർ മോഡലിനകത്ത് ഈ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിൻ്റെയും ആക്സിലേറ്റർ കോഎഫിഷ്യൻറ്റിൻ്റെയും
ഏത് കോമ്പിനേഷനാണ് ഒരു എക്സ്പ്ലോസീവ് ഗ്രോത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ്പ്ലോസീവ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമും കൂടുതലായിരിക്കും, ആക്സിലേറ്റർ കോഫിഷ്യന്റും കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് അവിടെ എന്നാ പറ്റുന്ന എക്സ്പ്ലോസീവ് ഗ്രോത്ത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിനകത്ത് ക്വസ്റ്റ്യൻ മാറിപ്പോയി, നമുക്ക് തിരിച്ചെത്താം. അപ്പം ക്വസ്റ്റ്യൻ 90 നമ്മളെത്തി. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻസിനകത്ത് നമ്മൾ നോക്കുക, അതായത് അവിടെ എന്നാ വരണ്ടേ? ഹൈ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമും വരണം, ഹൈ ആക്സിലേറ്റർ കോഎഫിഷ്യന്റും വരണം. അവിടെ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. എക്കകത്ത് ഹൈ സി ആൻഡ് ഹൈ ലോ വി, ഓപ്ഷൻ ബി ലോ സി ആൻഡ് വെരി ഹൈ വി, ഓപ്ഷൻ സി ലോ സി ആൻഡ് ലോ വി, ആൻഡ് ഓപ്ഷൻ ഡി ഹൈ വി ആൻഡ് ഹൈ സി. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. When both consumption responsiveness and investment sensitivity are high, the small shocks get amplified. The system doesn't settle down, but instead generates increasingly large fluctuations. അതായത് കൺസംഷൻ റെസ്പോൺസീവ്നെസ്സും ഇൻവെസ്റ്റ്മെന്റ് സെൻസിറ്റിവിറ്റിയും കൂടുതലാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ഷോക്കാണ് ഉണ്ടാകുക. അപ്പോൾ അവിടെ വരുന്നത് വലിയ ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20. ലോങ് റൺ ഫിലിപ്സ് കർവ് ഈസ് വെർട്ടിക്കൽ because in the long run workers and firms expectations of inflation fully adjust to the actual inflation rate. അല്ലേ? ലോങ് റൺ ഫിലിപ്സ് കർവ് വെർട്ടിക്കൽ ആണ്. എന്തുകൊണ്ടാണ്? ലോങ് റണ്ണിൽ ഫിലിപ്സ് കർവിന്റെ ഷേപ്പ് എന്നതാ? അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ? അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ. അപ്പം ഓപ്ഷൻ എ എന്ന് പറയുമ്പം വർക്കേഴ്സും ഫേംസും അവരുടെ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റ് ചെയ്യുകയും അതുവഴി അവരത് അതിനോട് അഡ്ജസ്റ്റ് ആയി പോവുകയും ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ദ ഗവൺമെന്റ് കണ്ടിന്യൂസ്ലി മാനിപ്പുലേറ്റ് ദ മണി സപ്ലൈ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആർട്ടിഫിഷ്യലി ലോ. ദ ഗവൺമെന്റ് കണ്ടിന്യൂസ്ലി മാനിപ്പുലേറ്റ്സ് ദ മണി സപ്ലൈ. The government continuously manipulate the money supply to keep. ഈ ക്വസ്റ്റ്യനകത്ത് ഒരു എറർ ഉണ്ടല്ലേ? ഇപ്പം നിങ്ങൾക്കും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, എനിക്കും അത് കിട്ടുന്നില്ല. നമുക്ക് ആ എറർ അങ്ങ് തിരുത്താം. ഇവിടെ ഇത് ഈ ടു കീപ് ഡി എന്നുള്ളത് ഇവിടെ വരേണ്ടതല്ല, ഇതാ ഈ ഏരിയയിൽ വരേണ്ടതാണ്. നമുക്കതൊന്ന് ആഡ് ചെയ്ത് വിടാം. മനുഷ്യനല്ലേ, തെറ്റ് പറ്റില്ലേ? അപ്പം നമുക്ക് ആ ഒരു കൊച്ചു തെറ്റ് നമുക്കങ്ങ് പരിഹരിച്ച് വിടാം. ഇവിടെ നമ്മളെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ദ ഗവൺമെന്റ് കണ്ടിന്യൂസ്ലി മാനിപ്പുലേറ്റ്സ് ദ മണി സപ്ലൈ ടു കീപ് ദ, ഇവിടെയാണ് എന്നാ വരേണ്ടത്? ടു നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ നോക്കണേ. ടു കീപ് ദ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആർട്ടിഫിഷ്യലി ലോ. ആൻഡ് ഓപ്ഷൻ സി ഈസ് the short run aggregate supply curve is perfectly elastic at all price level. Short run aggregate supply curve എന്ന് പറയുന്നത് perfectly elastic ആയിരിക്കും at all price level. The demand for labor is equal to the supply of labor only when the inflation rate is 0. അപ്പം നമുക്ക് നോക്കിയേ എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. എന്നതാ ഈ പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ അങ്ങ് മറന്നു പോയി. നമുക്ക് നോക്കാം. The long run Phillips curve is vertical because in the long run, അവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലോങ് റണ്ണിൽ ഫിലിപ്സ് കർവ് വെർട്ടിക്കലാണ്. എന്തുകൊണ്ടാ? ഓപ്ഷൻസ് നോക്കിയേ. വർക്കേഴ്സ് ആൻഡ് ഫേംസ് എക്സ്പെക്ടേഷൻസ് ഓഫ് ഇൻഫ്ലേഷൻ ഫുള്ളി അഡ്ജസ്റ്റ് ടു ദ ആക്ച്വൽ ഇൻഫ്ലേഷൻ റേറ്റ്. അതായത് ലോങ് റണ്ണിൽ അവിടെ എന്താ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ആണ്. നായിറു NAIRU എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ? നോൺ ആക്സിലേറ്ററിങ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ കോൺസെപ്റ്റ് ആണ് ഇവിടെ വരിക. അപ്പോൾ അതാണ് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത്. അപ്പം ആൻസർ വരുന്നത് എന്നതാ? ഓപ്ഷൻ എ ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ദ LRPC ലോങ് റൺ ഫിലിപ്സ് കർവ് ഈസ് വെർട്ടിക്കൽ ബിക്കോസ് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് ആർ അഡ്ജസ്റ്റ് ഫുള്ളി എലിമിനേറ്റിംഗ് ഇൻ ലോങ് റൺ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ഇത് കൂടുതൽ ഞാനിനി പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം നമുക്ക് ഓൾറെഡി അറിയാം ഫിലിപ്സ് കർവ് എന്നതാ ട്രേഡ് ഓഫ് ആണ്. അൺഎംപ്ലോയ്മെന്റിന്റെയും ഇൻഫ്ലേഷൻ്റെയും ട്രേഡ് ഓഫ് ആണ്. പക്ഷെ ലോങ് റണ്ണിൽ വരുമ്പോൾ എങ്ങനെയാ? അവിടെ എന്നതാ നമ്മൾ പറയുന്നത്? അവിടെ നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് എന്നും ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റഡ് ആണ് എന്നുമാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഫിലിപ്സ് കർവിന്റെ ഷേപ്പ് എങ്ങനെയാ ലോങ് റണ്ണിൽ? എങ്ങനെ ഫിലിപ്സ് കർവിന്റെ ഷേപ്പ് പറ? എങ്ങനെയാ ലോങ് റണ്ണിൽ ഫിലിപ്സ് കർവിന്റെ ഷേപ്പ് എങ്ങനെയാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയോ? ഇങ്ങനെ അല്ലേ? ഇത് ഇപ്പം എൻ്റെ ഡ്രോയിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ആണിത്. വെർട്ടിക്കൽ ആയിരിക്കും ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. ഇവിടെ
5%. ഇത് 8 അല്ല കേട്ടോ, 5 ആണേ. 5% എന്നുള്ളതായിരിക്കും വെർട്ടിക്കൽ ആയിരിക്കും ഫിലിപ്സ് കർവ്. അല്ലാതെ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങോ അപ്വേർഡ് സ്ലോപ്പിങ്ങോ എൽ ഷേപ്പോ ഷോർട്ട് റണ്ണിലോ കൂട്ടോ ഒന്നും ആയിരിക്കത്തില്ല. ലോങ് റണ്ണിൽ ഫിലിപ്സ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 21. ദി ഇക്കണോമിക് പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് കൺസപ്ഷൻ ഹാബിറ്റ്സ് ആർ സ്റ്റിക്കി ആൻഡ് റിവേഴ്സിബിൾ ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അതായത് കൺസംഷൻ ഹാബിറ്റ്സ് സ്റ്റിക്കിയാണ്, അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല, അതായത് താഴേക്ക് വരില്ല. അതായത് നമ്മുടെ കൺസപ്ഷൻ ഹാബിറ്റ്സ് കൂടാം, വലിയ വലിയ വിലയുടെ സാധനമൊക്കെ വാങ്ങാം, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഇൻകം കുറഞ്ഞത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നിന്ന് താഴേക്ക് എത്താൻ അത്ര എളുപ്പമല്ല, അത് സ്റ്റിക്കിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏത് പ്രിൻസിപ്പിളാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ദ ആക്സിലറേഷൻ പ്രിൻസിപ്പിൾ. നല്ല ഓപ്ഷൻ അല്ലേ? ആണോ? ആക്സിലറേഷൻ പ്രിൻസിപ്പിൾ ആണോ? അല്ല. സെക്കൻഡ് ഓപ്ഷൻ ദ പെർമനൻറ്റ് ഇൻകം ഹൈപ്പോത്തസിസ്. മൂന്നാമത്തെ ഓപ്ഷൻ ദ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. നാലാമത്തെ ഓപ്ഷൻ ദ പാസ്റ്റ് പീക്കിംഗ് എഫക്റ്റ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ആ ഒരു സംശയം തോന്നി, ഈ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ആണോ പാസ്റ്റ് പീക്കിംഗ് എഫക്റ്റ് ആണോ എന്ന്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പാസ്റ്റ് പീക്കിംഗ് എഫക്റ്റ് മാത്രമാണ്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇത് ആരുടേതാ ഈ പാസ്റ്റ് പീക്കിംഗ് എഫക്റ്റ്? ആരുടേതാണ്? നമ്മൾ ഓരോ തിയറി പറയുമ്പോൾ ഇത് ആരുടെ തിയറിയാണ് എന്നുകൂടി നമ്മൾ പഠിച്ചിരിക്കണം. അത് ഡ്യൂസൻബെറിയുടെ തിയറിയാണ് അല്ലേ? റാച്ചറ്റ് എഫക്റ്റും ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും നമ്മൾ പറഞ്ഞില്ലേ? റാച്ചറ്റ് എഫക്റ്റിൻ്റെ മറ്റൊരു പേരാണ് ഈ പീക്കിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഓപ്ഷൻ ഡി ആയിരുന്നു ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദ വീക്ക് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസ്? ഡയറക്റ്റ് ക്വസ്റ്റ്യനാ, എക്സ്പ്ലനേഷൻ്റെ ഒരു ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല, ഓപ്ഷൻസ് ഒന്നിൽ കൂടുതൽ വായിക്കുകയും വേണ്ട. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ് റിവീൽഡ് പ്രിഫറൻസിൻ്റെ വീക്ക് ആക്സിയം എന്ന് പറയുന്നത്? ഏതാണ്? ഇവിടെ ഏതാ ഉത്തരം വരുന്നത്? ദ കൺസിസ്റ്റൻസി ആക്സിയം, ദ കംപ്ലീറ്റ്നെസ് ആക്സിയം, ദ റാഷണാലിറ്റി ആക്സിയം, ദ ട്രാൻസിറ്റിവിറ്റി ആക്സിയം. ഏതാ ഉത്തരം വരുന്നത്? ദ കൺസിസ്റ്റൻസി ആക്സിയം. നാക്കുളുക്കുന്നുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക്, ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്ത് വിട്ടേക്കുക. നമുക്ക് മനുഷ്യരല്ലേ, കൊച്ചു തെറ്റുകളൊക്കെ പറ്റില്ല, അങ്ങനെ വിചാരിച്ചാൽ മതി. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ദ കൺസിസ്റ്റൻസി ആക്സിയം ആണ് നമ്മളുടെ വീക്ക് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്നതാ? വാർപ്പ് മീൻസ് WARP, വീക്ക് പ്രിഫറൻസിൻ്റെ. എൻഷുവേഴ്സ് കൺസിസ്റ്റൻസി ഇൻ കൺസ്യൂമർ ചോയ്സ്. If one bundle is chosen over another one, the reverse should not occur under identical conditions, preserving national behavior. അതായത് ഒരിക്കലൊന്ന് ചൂസ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ പ്രിഫറൻസ് വെച്ചായിരുന്നു നമ്മളത് പറഞ്ഞല്ലേ, എ ചൂസസ് ബി, അങ്ങനെ പറഞ്ഞായിരുന്നു നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പം എയും ബിയും സിയും ഉണ്ട്. ഇത് ഈ ആരോസ് ഇമ്പോസിബിലിറ്റി തിയറത്തിനകത്തും ഈ കോൺസെപ്റ്റ് ഏകദേശം സിമിലർ ആയിട്ട് തന്നെ വരുന്നത്. ഇപ്പോൾ എയും ബിയും സിയും ഉണ്ട്. ഇപ്പോൾ എയും ബിയും കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എ ചൂസ് ചെയ്തു, ബിയെയും സിയെയും കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ സിയെ ചൂസ് ചെയ്തു. സിയെ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കാത്തത്, ആദ്യം നമ്മൾ എയും ബിയും കൂടെ കമ്പയർ ചെയ്തു, മിടുക്കൻ എ ആണെന്ന് നമ്മൾ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ എയും ബിയും കമ്പയർ ചെയ്തു, മിടുക്കൻ ബി ആണ്. പിന്നെ ബിയെയും സിയെയും കൂടെ കമ്പയർ ചെയ്തു, അപ്പം നമ്മൾ പറയുന്നത് ബി കൊള്ളാം, ഇതല്ല സി കൊള്ളാം, സി മിടുക്കനാണ്. ഓ തിരിഞ്ഞു പോയി കേട്ടോ, ഒരു മിനിറ്റേ, ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. അതായത് നമ്മളിപ്പോൾ 3 പേഴ്സണെയാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, എയും ബിയും സിയും. നമ്മളിപ്പോൾ എയും ബിയെയും കൂടെ നോക്കിയിട്ട് നമ്മൾ എ കൊള്ളാം എന്നൊരു തീരുമാനത്തിലെത്തി. ഓക്കെ, അങ്ങനെ പിന്നെ നമ്മൾ ചെയ്തത് തന്നെയാ, ബിയെയും സിയെയും കൂടെ കൺസിഡർ ചെയ്തു. ബിയെയും സിയെയും കൂടെ കൺസിഡർ ചെയ്തപ്പം ബി കൊള്ളാം എന്നൊരു പോയിന്റിലെത്തി. അല്ലടാ, ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു, ഇടയ്ക്ക് പിന്നെയും തെറ്റിയടാ. അതായത് ഇപ്പം നമ്മൾ എ ആണ് പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ, അതായത് വരയ്ക്കുന്നില്ല, വരച്ചെഴുതുമ്പം തെറ്റിയപ്പോൾ ആ കോൺസെപ്റ്റിന് അങ്ങനെ ഒരു കുരുക്കുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി എ ചൂസ് ചെയ്തു, എയും ബിയും കൂടെ നോക്കി എ കൊള്ളാമെന്ന് തോന്നി, ബിയെയും സിയെയും കൂടെ നോക്കി സി കൊള്ളാമെന്ന് തോന്നി. പക്ഷേ എയും സിയും കൂടെ വരുമ്പം
CA പോയി ആ നമ്മൾ ചൂസ് ചെയ്യുക. അതായത് ഏറ്റവും ബെറ്ററിനെ അല്ലാതെ നമ്മൾ ഓൾറെഡി ഒരു ബെറ്ററിനെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതല്ലാതെ അതിൽ നിന്ന് മാറി മറ്റൊരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് ആ കോൺസെപ്റ്റ് കൊണ്ട് നമ്മളിവിടെ പറയുന്നത്. സോ അത് ക്ലിയർ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലിയർ ആയിരിക്കും, കാരണം ആ തിയറി, ആ കോൺസെപ്റ്റ് അങ്ങനെയാണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തിയറി, വാട്ട് ഈസ് ദ പ്രിസൈസ് ഇംപ്ലിക്കേഷൻ ഓഫ് Euler's product exhaustion theorem when the production function is assumed to exhibit constant returns to scale? അതായത് ഓയിലേഴ്സ് തിയറത്തിൻ്റെ പ്രോഡക്റ്റ് എക്സോഷൻ തിയറത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം എപ്പോഴാണ് when the production function is assumed to exhibit constant returns to scale? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഐഡിയൽ എന്നതാ പറയുന്നത്, ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി 1 എന്ന് പറയും അല്ലേ. അപ്പോൾ അവിടെ നമ്മൾക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് the total factor income is exactly equal to the total value of economy's product. ടോട്ടൽ ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോണമിയുടെ പ്രോഡക്റ്റിന് തുല്യമാണ്. ദ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ദ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ലേബർ എംപ്ലോയിഡ് മസ്റ്റ് ബി 0. അവസാനം എംപ്ലോയ് ചെയ്തിരിക്കുന്ന ലേബറിന്റെ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ദ ടോട്ടൽ വാല്യൂ ഓഫ് ഇക്കോണമീസ് പ്രോഡക്റ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് പേയ്മെന്റ് ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ and these each factor of production is paid its average product rather than its marginal product. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്നതാണെന്ന് നോക്കാം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ടോട്ടൽ ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് ഇക്കോണമിയുടെ പ്രോഡക്റ്റിന് തുല്യമായിരിക്കണം. അതായത് അത് സിംപ്ലി പറഞ്ഞാൽ ഈ ടോട്ടൽ വാല്യൂ ഓഫ് ഇക്കണോമിയുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്തോ അർത്ഥമാക്കുന്നേ ഈ ടോട്ടൽ വാല്യൂ ഓഫ് ഇക്കോണമി ഔട്ട്പുട്ടിൻ്റെ വാല്യൂ. അപ്പം ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് ലേബറിനായാലും ക്യാപിറ്റലായാലും കൊടുക്കുന്ന ഇൻകം എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൻ്റെ വാല്യൂവിന് തുല്യമായിരിക്കണം. സിമ്പിളാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ നൽകിയിട്ടുണ്ട്. ഓയിലേഴ്സ് തിയറം അണ്ടർ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എൻഷുവേഴ്സ് കംപ്ലീറ്റ് എക്സോഷൻ ഓഫ് ഔട്ട്പുട്ട് ബൈ ഫാക്ടർ പേയ്മെൻറ്റ്സ്. അതായത് ഫാക്ടർ പേയ്മെൻറ്റിനും ഔട്ട്പുട്ടിൻ്റെ വാല്യൂവും ഈക്വൽ ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. അപ്പോൾ ഇതൊരു അസേർഷൻ റീസൺ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ അസേർഷൻ എന്ന് പറയുന്നത് ഫോർ എ നോർമൽ ഗുഡ് എ ഡിക്രീസ് ഇൻ ഇറ്റ്സ് പ്രൈസ് വിൽ അൺആംബിഗ്യൂസ്ലി ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതെന്താ നോർമൽ ഗുഡ് ആണ് പറയുന്നത്, പ്രൈസ് ഡിക്രീസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം പ്രൈസ് ഡിക്രീസിൽ നോർമൽ ഗുഡിന് എന്നാ പറ്റുന്നേ? എന്താ പറ്റുന്നേ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പം അത് ആ കോൺസെപ്റ്റ് എന്നാ ശരിയാണ്. ഓക്കെ, ആ കോൺസെപ്റ്റ് ശരിയാണ്. നോർമൽ ഗുഡിൻ്റെ കാര്യത്തിൽ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക തന്നെ ചെയ്യും. ഇനി റീസൺ എന്ന് പറയുമ്പോൾ ദ ഇൻകം എഫക്റ്റ് അസോസിയേറ്റഡ് വിത്ത് എ പ്രൈസ് ഡിക്രീസ് ഫോർ എ നോർമൽ ഗുഡ് ഈസ് പോസിറ്റീവ്, മീനിങ് ദ ഇൻക്രീസ് ഇൻ റിയൽ ഇൻകം ലീഡ്സ് ടു കൺസ്യൂമർ ടു ബൈ മോർ ഓഫ് ദറ്റ്. ഇതെന്നാ ഇൻകം എഫക്റ്റ് എന്തോന്നാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ നോർമൽ ഗുഡിൻ്റെ പ്രൈസ് കുറയുമ്പം റിയൽ ഇൻകം കൂടും, പർച്ചേസിങ് പവർ കൂടും. അപ്പം ഇവിടെ ഓപ്ഷൻ എയും ഓപ്ഷൻ ആറും കറക്റ്റും ആണ്. ഓപ്ഷൻ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് 6 അല്ലേ. അപ്പോൾ നമ്മുടെ ഇൻകം എഫക്റ്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വളരെ ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് നേരം നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇതല്ലേ, നിങ്ങൾക്ക് കുറേയൊക്കെ അറിയാവുന്നതുമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 25. Arrange the following steps in the current logical sequence that the leader firm must follow. അതായത് ഇവിടെ ലീഡർ ഫേം എന്ന് പറഞ്ഞത് ഫേം ആണ് കേട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. മസ്റ്റ് ഫോളോ ടു ഡിറ്റർമൈൻ ഇറ്റ്സ് പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് ഇൻ ദ സ്റ്റാക്കിൽബർഗ് ഡുവോപ്പൊളി മോഡൽ. സ്റ്റാക്കിൽബർഗ് ഡുവോപ്പൊളി മോഡൽ എന്ന മോഡലിന്റെ ബേസിസിൽ ഈ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും? ഫേം എ അതായത് സ്റ്റാക്കിൽബർഗ് ഡുവോപ്പൊളി മോഡലിനകത്ത് ഈ ഡുവോപ്പൊളി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുണ്ട് എന്നതാ 2 പേരുണ്ട്. ഡുവോപ്പൊളി, മോണോപ്പൊളി സിംഗിൾ സെല്ലർ ആകുമ്പോൾ ഡുവോപ്പൊളി എന്ന് പറയുമ്പോൾ 2 സെല്ലറാണ്. ഈ 2 സെല്ലർ വരുമ്പോൾ ഇവരെങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കുക, ഒരു പ്രോഫിറ്റ് മാക്സിമൈസിങ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു തിയറിയിൽ ഈ സ്റ്റെപ്സ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ആ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. First option, firm A substitutes the derived reaction function of the follower into firm A's own profit maximizing equation. Option 2,
Firm A determines the optimal reaction function that firm B will use to respond to any of firm A's output choice. Firm B observes the output of firm A and sets its own output based on its previously determined reaction function. Firm A maximizes its profit with respect to its own quantity to determine its optimal profit maximizing output. അല്ലേ, ക്വസ്റ്റ്യൻ വലുതാണെങ്കിലും ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്ന് ആലോചിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. അതായത് സ്റ്റാക്കിൽബർഗ് ഡുവോപ്പോളി മോഡലിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ റൈവലിനെ ശ്രദ്ധിക്കുക, റൈവലിൻ്റെ തീരുമാനങ്ങൾ. ഇപ്പോൾ ഫേം എ ആണ് നമ്മുടെ നായകൻ, ഫേം എ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പം തുടക്കത്തിൽ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈവലിൻ്റെ ഡിസിഷൻ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ചിന്തയായിരിക്കും ഇവിടെ വരിക. അപ്പം അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന ചിന്തയാണ് ആദ്യം ഇവിടെ ഫേം എക്ക് വരിക. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2143 ആണ്. അപ്പം ഇങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല, ഞാൻ കൃത്യം കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേം എ ഡിറ്റർമൈൻസ് ദ ഒപ്റ്റിമൽ റിയാക്ഷൻ ഫംഗ്ഷൻ ദാറ്റ് ഫേം ബി വിൽ യൂസ് ടു റെസ്പോണ്ട് ടു എനി ഓഫ് ഫേമേഴ്സ് ഔട്ട്പുട്ട് ചോയ്സ്. അതായത് ഞാൻ എടുക്കുന്ന തീരുമാനം മറ്റവൻ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നേ, അല്ലെങ്കിൽ അത് അവൻ എങ്ങനെ അത് ശരിയാകും എന്നുള്ള ചിന്തയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേം എ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ദ ഡിറൈവ്ഡ് റിയാക്ഷൻ ഫംഗ്ഷൻ ഓഫ് ദ ഫോളോവർ ഇൻ ടു ഫേമേഴ്സ് ഓൺ പ്രോഫിറ്റ് മാക്സിമം. എന്നിട്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുത്തു, അത് നമ്മുടെ ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നു, അല്ലേ, നമ്മുടെ തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം 21 ഇവിടെ 4 എവിടെ? Firm A maximizes its profit with respect to its own quantity to determine its optimal profit maximizing output, and then firm B observes the output of Firm A and sets its own output based on its previously reaction. അതായത് സിംപിളി പറഞ്ഞ 4 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനം റൈവലിനെ എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലേ. അത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത്, നമ്മൾ ആ ആലോചിച്ചെടുത്ത കാര്യം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും, നമ്മുടെ തീരുമാനത്തിലേക്ക് നമ്മളത് കൊണ്ടുവരും. അതിനുശേഷം ചെയ്യുന്നത് നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യും. നമ്മളും മറ്റേ ഫേം ബിയുടെ ഒരു റൈവലല്ലേ. അപ്പോൾ പിന്നെ വരുന്ന തൊട്ടടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേം ബി നമ്മളെ ഒബ്സർവ് ചെയ്ത് അവരുടെ ഔട്ട്പുട്ടിൽ ചേഞ്ചസ് വരുത്തും. അങ്ങനെ ഒരു 4 സ്റ്റെപ്സ് ആണ് ഈ സ്റ്റാക്കിൽബർഗ് ഡുവോപ്പോളി മോഡലിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2143. എക്സ്പ്ലനേഷൻ: ദ ലീഡർ ഫസ്റ്റ് ആൻറ്റിസിപ്പേറ്റ്സ് ദ ഫോളോവേഴ്സ് റെസ്പോൺസ്, incorporates it into the decision, നമ്മൾ പറഞ്ഞ പോലെ തന്നെ, and then maximizes profit. The follower simply reacts afterwards, completing the sequence. Okay, so അത് ക്ലിയർ ആയിരിക്കണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 26. In Arrow's impossibility theorem, the problem highlighted by the voting example where 66 voters prefer A over B, B over C and C over A. നമ്മൾ മുമ്പേ ഒന്ന് ശ്രമിച്ചില്ലേ, A over B, B over C and C over A. ഇതാണ് നമ്മൾ മുമ്പേ ഒന്ന് വരച്ചെഴുതാൻ നോക്കിയത്. എവിടെയാണ് പറഞ്ഞിരുന്നത്, നമ്മളത് വീക്ക് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസിനകത്ത് പറഞ്ഞിരുന്നു. അപ്പം അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഈ ആരോസ് ഇമ്പോസിബിലിറ്റി തിയറത്തിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആരോസ് ഇമ്പോസിബിലിറ്റി ഈ തിയറത്തിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പർട്ടിക്കുലർലി പറഞ്ഞിരിക്കും ഇന്നതാണ് കോൺസെപ്റ്റ് എന്ന്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന കോൺസെപ്റ്റ് അതിൽ ഏത് ഓപ്ഷൻ ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഓപ്ഷൻ എ വന്നിരിക്കുന്നത് നോൺ ഇമ്പോസിഷൻ. ഇങ്ങനൊരു കോൺസെപ്റ്റ് ആരോസ് ഇമ്പോസിബിലിറ്റി തിയറത്തിൽ ഇല്ല. പിന്നുള്ളത് ഇൻഡിപെൻഡൻസ് ഓഫ് ഇറെലവൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്, മൂന്നാമത്തത് നോൺ ഡിക്റ്റർഷിപ്പ്, നാലാമത്തത് ട്രാൻസിറ്റിവിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. അല്ലേ, കിട്ടി. ഇതായിരുന്നു നമ്മുടെ ഓപ്ഷൻ, ട്രാൻസിറ്റിവിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. ഇതാണ് ആരോസ് ഇമ്പോസിബിലിറ്റി തിയറത്തിനകത്ത് പർട്ടിക്കുലറായിട്ട് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ട്രാൻസിറ്റിവിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ആകെ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഈ ട്രാൻസിറ്റിവിറ്റി ആൻഡ് കൺസിസ്റ്റൻസിയാണ് ആരോസ് ഇമ്പോസിബിലിറ്റി തിയറത്തിനകത്ത്. ഇത് തന്നെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്ന റിവീൽഡ് പ്രിഫറൻസ് തിയറിയിലും പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്